അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങി ഒരു 10:30 ഇറങ്ങിയതാണ്. ആലുവ പറവൂർക്കാവിലെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗുരുവായൂർ ചാലക്കുടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നേരെ പോവാം, എവിടെയെങ്കിലും എത്തട്ടല്ലേ. സൈക്കിള് വിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന സംഗതി. അപ്പം ഇന്നിപ്പോൾ ഹൈവേ വഴി അങ്ങ് കയറാമെന്ന് കരുതി. കാര്യം എന്താ വെച്ചാലേ, സൈക്കിളിൻ്റെ ബാക്ക് ടയർ ട്യൂബ് 10-18 പഞ്ചർ പാച്ചുണ്ട്. ടയറിന് 2 ഹോളുണ്ട്. അല്ല, കമ്പി ഒരെണ്ണം ഒടിഞ്ഞില്ല എന്നുള്ള മട്ടിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ പാടാണ്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. നമ്മൾ ചുമ്മാ കയറ്റിക്കൊണ്ട് കുറേ അഹങ്കാരികളല്ല വേറെ. ഞാൻ മൊബൈൽ ഫോൺ നോക്കിയായിരിക്കും വണ്ടി ഓടിച്ചോളൂ. ഞാൻ തിരിഞ്ഞു നോക്കണേ, എന്തെങ്കിലും ആവട്ടെ. നമ്മൾ പെരിയാറിൻ്റെ കുറുകെയുള്ള പാലത്തിലേക്ക് എത്തില്ലേ. റൂട്ടൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളതാണ്, പോകാറുള്ളതാണ്. എന്നാലും സൈക്കിൾ റൈഡിങ് അതാണ് പ്രധാനം. ഇന്നൊരു റൈഡിങ് ഡേ ആണ്. കുറേ നാളായി ലോങ് വന്നിട്ട്. ഷോർട്ടാണ് നമ്മളെപ്പോഴും കുറേ നാളായിട്ട്. പെരിയാറ് ശാന്തമാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പെരിയാറ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് ഇത്തിരി ശാന്തമാണ്. നമ്മൾ സൈക്കിൾ റൈഡിങ് അതാണ് പ്രധാനം. അപ്പോൾ മുന്നോട്ട് പോവാം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഈ പറഞ്ഞ പോലെയാണ്. 15, 16, 17 കൂടുതലുണ്ടല്ലോ പഞ്ചർ പാച്ച്. എറണാകുളത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു പഞ്ചർ ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഹൈവേ പിടിക്കാൻ കരുതി. പിന്നെ ഒരു ആളുവാനക്കൊക്കെ കിടക്കട്ടല്ലേ. കുറേ ആളുവാനക്കില്ലാത്ത റൈഡിങ് ആയിരുന്നില്ല. അപ്പം നമുക്കൊരു ചെറിയ തിരക്കും ബഹളമൊക്കെ ആവട്ടെ, ഒരു റഷാവട്ടെ. ഇന്ന് റഷായിട്ട് പോകാം. ഇന്നിപ്പോൾ തിരക്ക് കുറവുണ്ട്. ഞായറാഴ്ച അതിന് തിരക്ക് ഈ സമയം ഉണ്ടായിരിക്കും കേട്ടോ. ഒരു 11-12 കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഇറങ്ങി. കുറേ നാളായില്ലോ ഒന്നും വന്നിട്ട്. അതിൻ്റെ ഒരു എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. ടയറ് പണി മുടക്കി കൂടി ടയർ വാങ്ങി വെച്ചിട്ടുണ്ട് പുതിയത്. ഇത് പരമാവധി ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പോയിട്ടില്ല. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12 അല്ല, 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും കണക്ക് പ്രകാരം. ഒരു ചെറിയ പട്ടണമാണ് ആലുവ കഴിഞ്ഞിട്ട്. ചിപ്സ് പാർക്ക്. ചിപ്സ് പാർക്കൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ചിപ്സ് കൊടുക്കുന്ന കട. മാസ്ക് വയ്ക്കുന്നതുകൊണ്ട് ശബ്ദം ഇത്തിരി കുറവായിരിക്കും. പോരാത്തിന് വാഹനങ്ങളുടെ ബഹളം ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ കാഴ്ച. ഹൈവേയിലുള്ള പ്രത്യേകത ഇത് മാത്രമേ ഉള്ളൂ. ചുമ്മാ അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ കൂടി പോവുക, ബസ്സായിക്കോട്ടെ എന്ന രീതിയിലാണ്. അപ്പോൾ ടയറിൻ്റെ ഈ അവസ്ഥ വെച്ചിട്ട് നമുക്ക് കാട്ടിലും മേളിലും കയറാൻ പറ്റില്ല, ടയർ മാറ്റാതെ. അങ്ങനെ ഒരു കമ്പിയും പണി കിട്ടിയിട്ടുണ്ട്. ഒരു ബാക്ക് വെല്ലിൻ്റെ ഒരു കമ്പിക്ക് ഒരു ചെറിയ മറ്റേ നിപ്പിളിനൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറണമെങ്കിൽ പോക്കറ്റ് മറ്റേ കസറ്റ് അടിക്കണം. കസറ്റ് അടിക്കാനുള്ള സ്റ്റാൻഡ് വെച്ചപ്പോൾ അവിടെ ഇല്ല കടയിൽ. ഇനി വന്നം എന്നാൽ പിന്നെ വരട്ടേന്ന് എഴുതി കണ്ണിനടിച്ചു. അപ്പോൾ എന്നാൽ സ്ട്രൈറ്റ് പോവാ, സ്ട്രൈറ്റ് വരിക ആണ് ഉദ്ദേശം. തീരദേശ റോഡിൽ കൂടി പോകാമെന്ന് കരുതിയാണ്, റോഡ് വഴി പോകാമെന്ന് കരുതിയാണ്. പക്ഷേ അങ്ങോട്ടുള്ള വഴി ഇത്തിരി മോശമായിരിക്കും. അപ്പം ഇവിടെ എവിടെയെങ്കിലും കയറാൻ പറ്റുമോ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഇവിടെ ഒരു പരമ്പരാഗത വീടുണ്ട്. ഒരു അമ്മയ്ക്ക് അവിടെ വിറകൊക്കെ ഉണക്കാൻ പറ്റുന്നുണ്ട്. ഒരു പരമ്പരാഗത വീടാണ് കേട്ടോ, കാണാമെന്ന് വിചാരിക്കാം. നെഞ്ചത്തിരിക്കണുണ്ട് അല്ല. ഒരു നാട്ടിൻപുറത്ത് കാണുന്ന ശൈലി. താഴേക്കൊരു വഴി, ഇങ്ങോട്ട് ഇഷ്ടംപോലെ സ്പേസൊക്കെ ഉണ്ട്. വെറുതെ ആണോന്നറിയില്ല. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുക്കുന്നുള്ളൂ. നമുക്ക് മുന്നോട്ട് പോവാം. അതായാലും അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടാവില്ല. ഈ ഇലക്ഷൻ ആവുകൊണ്ടേ റോഡ് ഷോ ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ ഉൾവഴി കൂടി പോകാൻ മതി. അപ്പോൾ ഹൈവേയിൽ ഇറങ്ങിയിട്ടുണ്ട് അവർ. എന്നാൽ നമുക്ക് ഹൈവേ വഴി തന്നെ പോകാമല്ലേ. അല്ലെങ്കിൽ റോഡ് ഷോ കാരണം നമുക്ക് വീഡിയോ കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചും മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഉത്തരേന്ത്യ രാജസ്ഥാൻ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ നിറയെ ഈ തുണികൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കെട്ടി. എന്താ അവർ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല കേട്ടോ. സൈഡിലും ഓരോരുത്തരോരോ വിശ്വാസങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ പുറകിൽ നിറയെ തുണികളിങ്ങനെ കെട്ടി. ഒരുപക്ഷെ രാജസ്ഥാൻകാർ പൊതുവെ കളർഫുള്ള ആൾക്കാരാണ്, കളർഫുള്ളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ടായിരിക്കും അവരെ വണ്ടിയും കൂടി അലങ്കരിച്ച് വയ്ക്കാനുള്ള. നമ്മൾ കേരളത്തിലെ വണ്ടികൾക്കൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതെ, നിയമം അനുവദിക്കാത്തതുണ്ടാവാം. എന്തായാലും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വണ്ടീനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു രസം. നമ്മളവിടെ ചെന്നൊരു പിടിയില്ല കേട്ടോ. സ്ഥലപ്പേര് ഹൈവേ ഉണ്ട്, പ്രത്യേകിച്ച് ഒരു സ്ഥലപ്പേര് എന്ന് പറയാനുള്ള വകുപ്പില്ല. അതുവഴി കുറച്ചൊക്കെ പോന്നിട്ടുള്ളൂ. നെടുമ്പാശ്ശേരി എത്താറായോന്നറിയില്ല. ഉച്ചയായപ്പോൾ ഇത്തിരി തിരക്ക് കൂടി. കാരണം വെച്ചാൽ ഭക്ഷണ ടൈമായില്ലേ. അപ്പോൾ പരവേശം കൂടുന്നതനുസരിച്ച് സ്പീഡും കൂടും, തിരക്കും കൂടും. പണ്ട് ഞങ്ങൾ തൃശ്ശൂരൊക്കെ എന്തുമാത്രം, അന്ന് ഒരു സിംഗിൾ റോഡായിരുന്നു കേട്ടത്. സിംഗിൾ റോഡ് മാത്രമല്ല, നിറയെ കുണ്ടും കുഴിയും, എന്താ പറയുക, നിറയെ കുഴിയായിട്ട് കിടക്കിയിരുന്നു. എത്രയോ വർഷം മുമ്പുണ്ടോ, ഒരു 30 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യമില്ല. അന്ന് മാടിയാനുണ്ടായിരുന്നു. ആ സമയത്ത് തൃശ്ശൂർ ചരക്കിറക്കാൻ പോകുന്ന സമയത്ത്
ഞങ്ങൾ 3 പേരും കൂടെ പോകണം. ഞാൻ 2 ഇളയ സഹോദരനും കൂടെ പോകണം. അപ്പോൾ ഒരു ദിവസം അതിനുവേണ്ടി കണ്ട് അങ്ങനെ പോകും. ശനിയാഴ്ച മറ്റോ പോകണം. ഇപ്പോൾ 4 ലൈനായി. അന്ന് സിംഗിൾ ലൈനാണ്. നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്തെത്തിയാണ് കേട്ടോ. അടുത്തല്ല, അങ്ങോട്ട് കയറാനുള്ള ഹൈവേയിൽ. ടയറെങ്ങനെയുണ്ട്? അല്ലെങ്കിൽ നമുക്ക് വല്ല കാട്ടിലോട്ടോ വീട്ടിലോട്ടൊക്കെ പോകാമായിരുന്നു. ടയറും കമ്പിയും അത് രണ്ടും മാറ്റാൻ ഇങ്ങനെ നോക്കിയില്ല. നമ്മൾ വണ്ടി ശരിയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ പണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് വൈകിട്ടേക്ക് കഴിയുമ്പോൾ നെടുമ്പാശ്ശേരി. ഓക്കെ. അപ്പോൾ പണ്ട് ഞങ്ങൾ വേളാങ്കണ്ണി കൊടൈക്കനാൽ ആ ഭാഗത്തേക്കൊക്കെ വാനിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു വീഡിയോ കാണണം. അപ്പോൾ ആ സമയത്തൊക്കെ ഫ്യൂൽ മീറ്ററൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉള്ള വണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നമ്മളങ്ങനെ പണിയും തീർത്തിട്ടല്ല കൊണ്ടുപോകണം. അത് റിസ്ക് പോകുന്ന ഒരു അന്നത്തെ കാലത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് റിസ്കി ആയിരിക്കണം. അതാണെങ്കിൽ 100 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഒരു പമ്പ് ഉള്ളത് തന്നെ, പെട്രോൾ പമ്പ്. അപ്പോൾ കാണുമ്പോൾ ഉള്ള പമ്പുകളിൽ കയറി പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാം. അന്ന് 25 രൂപ മറ്റേ ഉള്ളൂ കേട്ടോ 1 ലിറ്റർ പെട്രോളിന്. 600 കിലോമീറ്റർ പോകാൻ അന്നൊക്കെ നിസ്സാര. അല്ല, വെറുതെ കയറി വന്നുണ്ടോ? അത് നമ്മൾ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കുറേ അലവലാദികളുണ്ട്. പുതിയതായിട്ട് വണ്ടി എടുത്താൽ നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കേട്ടോ. അത് മനുഷ്യജീവനൊരു വിലയും കൊടുക്കാത്ത ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പിന്നെ അങ്ങനൊരു നോട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. പറഞ്ഞു വന്നത് അന്ന് ഫ്യൂൽ മീറ്റർ പോലും ഇല്ലാത്ത മാരുതിവാനം കൊണ്ട്, ഫ്യൂൽ മീറ്റർ ഇല്ലാന്നല്ല, വർക്ക് ചെയ്യാത്ത മാരുതിവാനം കൊണ്ട് 100 കിലോമീറ്റർ ഗ്യാപ്പുള്ള പമ്പ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ ഒരു ത്രില്ലിങ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ കമ്പി ഒടിഞ്ഞ സൈക്കിളോ അല്ലെങ്കിൽ പഞ്ചറായ സൈക്കിളും കൊണ്ട് നമ്മൾ അന്നേരം 3 പേരുണ്ടായിരുന്നില്ല. കുഞ്ഞമ്മണിയും ഇളയ സഹോദരൻ ഞാനും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് നൈറ്റിലാണ് പോണത്. നൈറ്റിൽ പോകുന്നത് രാവിലെ പോകും. വെളുപ്പിന് 5 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 9 മണിയാകുമ്പോൾ എത്തും. രാത്രി സ്റ്റേ എടുക്കുന്നു. പിറ്റേ ദിവസം ഒരു രാത്രി നമ്മളൊരു 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചങ്ങ് ഇറങ്ങും. തിരിച്ചിവിടെ എത്തുമ്പോൾ വെളുപ്പിന് 4 മണി. ആ രാത്രി കണ്ടിന്യൂറ്റി ഓടി ഇവിടെ എത്തും. ഇടയ്ക്ക് ഒരു ചായ കുടിക്കും എന്നല്ല, വേറെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഒരു കാലമുണ്ട്. 30 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞേ. അതിൽ ഒരു വീഡിയോ ഉണ്ട്, അതെവിടെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ക്യാമറയൊക്കെ കൂടുതലും വാങ്ങാനായിട്ട് തയ്യാറായിട്ട്. ഒരു 25 വർഷം 25 വർഷം പഴക്കമുള്ള ഒരു വീഡിയോ കാണാം. 2002 തോന്നാൻ, എന്നറിയില്ല.
അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടാനുമില്ല. എന്നാൽ അന്നത്തെ അപേക്ഷിച്ച് കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് കേട്ടോ. ആൾക്കാർ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തിരക്ക് വേണ്ട. നമ്മൾ നെടുമ്പാശ്ശേരി കഴിഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ വൃന്ദാവൻ പണി നടക്കണുള്ളൂ. അപ്പോൾ ഉച്ച ഒരു 12:30 ആയിട്ടുണ്ടാവും. ഊണ് കഴിക്കാൻ വേണ്ടി തിരക്കാണ് അവിടെ. അപ്പോൾ നമ്മൾ അങ്കമാലി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കണേ. ലക്ഷ്യമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അത് തന്നെ. അപ്പോൾ നെടുമ്പാശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടർഫ് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ്, ടർഫ് നമ്മളിവിടെ കാണണ്ടേ. പക്ഷെ ഇതെന്തോ അവസാനിപ്പിച്ച പോലെയുള്ള കാണുന്നത്. ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാടൊട്ടുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ വരുന്നുണ്ടേ. പണ്ട് അവിടെയൊക്കെ അത് പൊളിച്ചിട്ടൊക്കെയാണ്. ഹൈവേയുടെ സൈഡിൽ തന്നെ നെടുമ്പാശ്ശേരി ഇങ്ങനെ കഴിഞ്ഞു പോരുമ്പോൾ അങ്കമാലിക്ക് നെടുമ്പാശ്ശേരി കിടക്കും, അത്താണിക്കും നെടുമ്പാശ്ശേരി കിടക്കും. അത്താണി എത്തിയപ്പോൾ അപ്പം പണ്ടായിരുന്നെങ്കിൽ വല്ല പള്ളിപ്പറമ്പിലോ പാടത്തോ പാടത്തേക്കുള്ള നാച്ചുറൽ ടർഫിലായിരിക്കും നമ്മളുടെയൊക്കെ കളി. അല്ലേ, നമ്മൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മഞ്ഞമ്മൽ ഒരു കുണ്ടാപ്പാടം എന്ന് പറഞ്ഞിട്ട് ഇതൊരു പാടം, കുണ്ടാപ്പാടം അങ്ങനെ എന്തൊരു പാടം, പേരൊന്നും പറഞ്ഞില്ല. പുള്ളി കയറിയിട്ടാണ്. അപ്പോൾ അവിടെ സുഹൃത്തുക്കളുണ്ട്, അവർ ഫുട്ബോൾ കളിക്കുക. അപ്പോൾ നമ്മൾ പോവും. ഇതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ പോകും. അങ്ങനെ ഒരു പാടം, തെങ്ങും തോപ്പൊക്കെ ഉള്ളൊരു പാടമാണ്. എന്നാലും ഇപ്പം അവിടെയൊക്കെ ഒരു രക്ഷയിൽ അടുക്കാൻ പറ്റില്ല. കാരണം അത്രയും വികസിച്ചു പോയി. വികസിച്ചെന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളായി, നിറയെ വീടുകളും ഫ്ലാറ്റുകളൊക്കെ ആയി. പണ്ടൊരു കുഗ്രാമമായിരുന്നു നമ്മുടെ നാടൊക്കെ. അത് വേറൊരു ഇതിൽ പറയാനുള്ളത്. 30 വർഷം മുമ്പ് പട്ടരുമടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പട്ടരുമടം ഡിസ്പെൻസറി നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടർഫ് കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ഓർമ്മകൾ. നമുക്ക് പാടത്തും പറമ്പിലൊക്കെ റിയൽ ടർഫിൽ കളിച്ചു വളർന്നവന്മാരാണ്. ഇന്നത്തെ പിള്ളേർക്ക് സ്പെഷ്യൽ ടർഫ് റെഡിയാക്കിയിട്ട് ക്യാഷ് കൊടുത്ത് കയറുന്ന പരിപാടി. അല്ലാതെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, പറമ്പിൽ കളിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്.